So നമ്മുടെ next question വരുന്നത് consider the following statements in respect of the sum s equal to x plus y plus z where x, y and z are distinct prime numbers each less than 10. Now three statements are given. Like first statement ആണ് the unit digit of s can be 0, secondly unit digit can be 9 and third statement unit digit can be 5. So നമുക്ക് 10ന്റെ താഴെയുള്ള മൂന്ന് ഡിസ്റ്റിങ് പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ സമ്മ് നോക്കുമ്പോൾ ഇതിൽ ഏത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ അതിൽ ഫസ്റ്റ് എക്സ് വൈ സെഡിന് എന്തൊക്കെ വാല്യൂസ് വരാൻ പറ്റും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എസ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇനി 10ന്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7. സോ ഇത്രയും പ്രൈം നമ്പേഴ്സാണ് നമുക്ക് 10ന്റെ താഴെയുള്ളത്. ഇനി ഇതിൽ നമുക്ക് മൂന്ന് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സമ്മ് നോക്കാം. സോ ഫസ്റ്റ് 2 പ്ലസ് 3 പ്ലസ് 5. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു കേസ് വരുന്നത് 3 പ്ലസ് 5 പ്ലസ് 7. ഓക്കെ, പിന്നെ വരുന്നത് 2 പ്ലസ് 5 പ്ലസ് 7 ആൻഡ് 2 പ്ലസ് 3 പ്ലസ് 7. ഫസ്റ്റത്തിൻ്റെ സമ്മ് വരിക 2 പ്ലസ് 3 പ്ലസ് 5 10. സെക്കൻഡിൻ്റെ സമ്മ് വരുന്നത് 15. അതുപോലെ തന്നെ ഇവിടെ സമ്മ് വരുന്നത് 14 ആൻഡ് ഇവിടെ സമ്മ് വരുന്നത് 12. സോ ഈ നാല് കേസിൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 0 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് പ്ലേസിൽ 0 വരും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ യൂണിറ്റ് പ്ലേസിൽ 9 വരുന്ന പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ചാൻസ് കാണുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻ യൂണിറ്റ് പ്ലേസിൽ 5 നമുക്ക് വരുന്നുണ്ട്. സോ this third statement is also right. So our option number C, 1 and 3 only is our correct answer.